മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരെ വാഗ്ദാന പേടകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് നമ്മൾ വചനത്തിലൂടെ ശ്രവിക്കാൻ പോവുക. ഒരുപക്ഷെ നമ്മൾ വളരെയധികം ചിന്തിക്കാത്ത ഒരു മേഖലയാണ്. കാരണം നമുക്ക് വലിയ ആവശ്യം വരുന്ന പഠിക്കേണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റായിട്ട് സ്ത്രീത്വത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ യേശുവിനെ നമുക്ക് നല്ലൊരു പരിചയമുണ്ട്. കാരണം യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹവും ജീവിതവും എല്ലാം കണ്ടുകൊണ്ട് കണ്ട വ്യക്തികൾ എഴുതിയ വചനവും എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല പരിചയം. പിതാവായ ദൈവത്തിനെ നമുക്ക് പരിചയമുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതാണ്. മോശ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ശബ്ദം കേട്ടതാണ്, അഗ്നിയായി ജ്വലിച്ചതാണ്. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി വന്നെന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ആ പഴയ നിയമം നിറഞ്ഞു നിൽക്കുന്ന പിതാവായ ദൈവത്തിനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത്. എന്നാൽ ഇത് മൂന്നും കൂടെ നിറഞ്ഞു നിൽക്കുന്ന ത്രിത്വൈക സ്നേഹത്തിന്റെ പ്രത്യേകത അഥവാ ത്രിത്വം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകളെ പറ്റി അത് ഒന്നിച്ച് നമുക്ക് ഒത്തിരി ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ അത്ര ഗവനിച്ചിട്ട് കാണില്ല. എന്നാൽ ത്രിത്വത്തിന്റെ സ്നേഹം അഥവാ ത്രിത്വത്തിന്റെ ആ ഒരുമ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളുടെ കണ്ണുകളിൽ അതിനെ തെളിവോടുകൂടി പലയിടത്തും കാണുന്നില്ലെങ്കിലും പ്രപഞ്ച സൃഷ്ടിയിൽ പിതാവായ ദൈവം എല്ലാം സൃഷ്ടിക്കുന്നതായിട്ടാണ് ആദ്യ വിവരണം കാണുക. ആകാശവും ഭൂമിയും ഇരുളിനെ മാറ്റാൻ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ സസ്യലതാദികളും ഭൂമിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ മൃഗങ്ങളും പക്ഷികളും കടലിൽ മത്സ്യങ്ങളും ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് അവസാനം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് എന്ന് പറയുന്നത് സിംഗുലർ അല്ലെന്ന് നമുക്കറിയാം, പ്ലൂറലാണ്. അവിടെ വേറെ ആരൊക്കെയോ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പിതാവായ ദൈവത്തിന്റെ ആ വാക്കില്
ക്രിസ്തു പിന്നീട് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അബ്രഹാമിനും മുമ്പേ ഉള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ ആ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ ത്രിത്വൈക സ്നേഹം ഉൽപ്പത്തിയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അബ്രഹാമിനെ ദൈവം വിളിച്ച് മാറ്റി ഒരു സഹോദരങ്ങളെ എല്ലാം വിട്ട് ഒരു തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം, ദേശം നിനക്ക് സ്വന്തമായി തരാം, നിന്റെ ജനതതി കൊണ്ട് ഈ ലോകം നിറയുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എല്ലാം വിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കാണാത്ത കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം. ഇവിടെ ദൈവത്തിന്റെ ഈ വിളിയില് നിറഞ്ഞു നിൽക്കുന്ന ത്രിത്വൈക സ്നേഹം അബ്രഹാമിനെ നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം സുവിശേഷങ്ങളിലെല്ലാം തുടങ്ങുന്നത് പത്രോസ്ലീഗായാണേലും പൗലോസ്ലീഗായാണേലും ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന വിഷയം തന്നെ അബ്രഹാമിനോടുള്ള വിളി തുടങ്ങിയാണ്. അവിടെ പിതാവായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. പുത്രനായ ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് ഈ അബ്രഹാമിന്റെ വംശാവലി. ത്രിത്വൈക ദൈവമാണ് ഈ അബ്രഹാമിനെ നയിച്ചുകൊണ്ടിരുന്നത്, അഥവാ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഈ മൂന്ന് ത്രിത്വത്തിന്റെ ദൈവത്തിന്റെ മൂന്ന് ഭാവം എന്നാൽ ഒന്നായി നിൽക്കുന്നു. അത് മൂന്നായിട്ടല്ല താനും, ഒരു സ്നേഹത്തിൽ, ഒരു ഭാഷയിൽ, ഒരാത്മാവിൽ നിൽക്കുന്നു. എന്നാൽ വ്യത്യസ്തമാണ് താനും. അങ്ങനെ ത്രിയേക ദൈവത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുകയാണ്. പിന്നീട് നമുക്കറിയാം ആ പ്രവചനങ്ങളുടെ മുഴുവൻ പൂർത്തീകരണമായി കാലത്തിന്റെ ആ അളവിൽ ക്രിസ്തു ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം തന്നെ ലോകത്തിൽ പാപത്തിന് അടിമകളായ രക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് പരിഹാരമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് വാഗ്ദാനം ഉൽപ്പത്തിയിൽ നൽകിയതനുസരിച്ച്, പിതാവിന്റെ വാഗ്ദാനം അനുസരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി, അതിലും ഒരുപക്ഷെ താഴ്ന്ന ഒരു മനുഷ്യനായി ബെത്ലഹേം എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ക്രിസ്തു ജനിക്കുന്ന ആ അവസ്ഥ നമുക്കറിയാം. അവിടെയെല്ലാം ആ ദൈവത്തിന്റെ പരിപാലനയെ കണ്ടുകൊണ്ട് ഈ ദൈവം ഏൽപ്പിച്ച, ഈശോയെ വളർത്താൻ ഏൽപ്പിച്ച യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമറിയവും ലോകത്തിന്റെ സർവ്വനീതിയെയും പാലിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ വളർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ലോകത്തിന്റെ നിയമമായിരുന്നു അഗസ്റ്റ്യസ് സീസറിന്റെ അടുത്ത് പോയി ഈ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ മാതാപിതാക്കന്മാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ക്രിസ്തുവിനെ വളർത്തുന്ന ഓരോ മേഖലയിലും ലോകത്തിന് അധികാരമുള്ള നിയമങ്ങളെയും പാലിച്ചുകൊണ്ടാണ് ക്രിസ്തു വളർന്നു വന്നത്. അങ്ങനെ വളർന്നു വന്ന് പിന്നീട് ത്രിത്വത്തിന്റെ വലിയ സ്നേഹം സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക നമുക്കറിയാം യോർദാൻ നദിയിലാണ്. വ്യക്തമായ സ്പഷ്ടമായ ത്രിത്വം കാണുക. പിതാവായ ദൈവത്തിന്റെ ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാകുന്നു, സർവ്വനീതിയും പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, ഈ ലോകത്തിന്റെ രക്ഷകനാണ്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവമാണ് എന്നെല്ലാം ക്രിസ്തുവിനും അറിയാം, പിതാവിനും അറിയാം. എന്നാൽ എന്തിനു വേണ്ടി ഒരു സാധാരണ മനുഷ്യനായ, അല്ല അന്നത്തെ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ബോർഡറിൽ നിൽക്കുന്ന പ്രവാചകനായ യോഹന്നാനിൽ നിന്ന് സർവ്വനീതിയും പൂർത്തിയാകുന്നതിന് വേണ്ടി യേശു സ്നാനമേൽക്കുകയാണ്. ഈ സ്നാനമേൽക്കുന്ന സമയത്ത് നമുക്കറിയാം സുവിശേഷത്തിന്റെ അകത്ത് വ്യക്തമായി പറയുകയാണ്, യോർദാൻ നദിയിൽ പിതാവിന്റെ സ്വരം കേൾക്കുന്നു. യോഹന്നാൻ സാക്ഷ്യമാണ്. എങ്ങനെ കേട്ടു? ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാകുന്നു. പുത്രൻ അവിടെ യോഹന്നാന്റെ മുന്നിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ത്രിത്വൈക ദൈവ സ്നേഹം അവിടെ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൽ ഏത് മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെട്ട് കാണിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന മറ്റൊരു സ്ഥലമാണ് താബോർ മല. യേശുവിന്റെ രൂപാന്തരീകരണ സമയത്തും ദൈവപിതാവിന്റെ സ്വരവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സാന്നിധ്യവും കൊണ്ട് താബോർ മല ഒരു രൂപാന്തരീകരണ മലയായി. ആ രൂപാന്തരീകരണ മലയിൽ ത്രിയേക ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഈ ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? പിതാവ് പറയുന്നു, ഞാൻ പുത്രനെ അയച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ ശ്രവിക്കുവിൻ. പുത്രൻ പറയുന്നു, ഞാൻ പിതാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് വന്നിരിക്കുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ പിതാവിന്റെ അടുത്തേക്കുള്ള വഴിയാണ്. പരിശുദ്ധാത്മാവ് ഈ രണ്ടുപേരിലെയും ആ ദൈവസ്നേഹത്തെ മനുഷ്യരിലേക്ക് ആ ദൈവസ്നേഹത്തെ രണ്ടുപേരിലുമുള്ളതിനെ പകർന്നു നൽകുന്നതിന് വേണ്ടി കൂടെ വസിക്കുന്നു.
അന്യോന്യം മഹത്വം നൽകുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ കാഴ്ച നമുക്ക് ഈ ത്രിത്വത്തിൽ കാണാൻ പറ്റും. ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹം അന്യോന്യം മഹത്വം നൽകുന്നതാണ്. അതിനാൽ തന്നെ ദൈവസ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുകയും എനിക്ക് ദൈവത്തോട് വലിയ ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ എപ്പോഴും തീരുമാനിക്കുകയും മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരായ നമ്മൾ ഈ നിമിഷങ്ങളിൽ ശുശ്രൂഷയിൽ ഇരുന്നുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ത്രിയേക ദൈവത്തിന്റെ സ്നേഹം എന്നിലുണ്ടോ ഇല്ലയോ? അത് അന്യോന്യം മഹത്വപ്പെടുത്തുന്നതാണ്, അന്യോന്യം സഹായിക്കുന്നതാണ്, അന്യോന്യം ആശംസിക്കുന്നതാണ്, അന്യോന്യം സ്നേഹിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ത്രിയേക സ്നേഹം, ത്രിത്വൈക സ്നേഹം എന്നിലുണ്ടോ ഇല്ലയോ? ചിലപ്പോൾ നമ്മളുടെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പല വ്യക്തികളോട് ഇടപെടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, ദൈവത്തോട് അവർക്ക് ഭയങ്കര സ്നേഹമുണ്ട്, അവർ പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ കൂടെ പ്രത്യേകിച്ച് ഏറ്റവും പ്രതിസന്ധി നമുക്കുണ്ടാക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള മനുഷ്യർ തന്നെയായിരിക്കും. ദൂരെ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ പാലായിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ദുബായിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ UAE ഞാൻ ജീവിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന എന്റെ ഒരു സുഹൃത്തിനോ എന്റെ ഒരു ബന്ധുവിനോ എന്നെ വലിയ ഉപദ്രവിക്കാൻ പറ്റില്ല. എനിക്ക് അവരുമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാകേണ്ട വരുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് പാലായിൽ എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവരോ എന്റെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ ആശയങ്ങളോടായിരിക്കും എനിക്ക് പ്രശ്നം ഉണ്ടാകുക. അല്ലെങ്കിൽ ദുബായിലെ അല്ലെങ്കിൽ UAE എന്റെ അടുത്തുള്ള മനുഷ്യരുടെ ആശയങ്ങളെ ആയിരിക്കും എനിക്ക് പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ദൂരെ ഇരിക്കുന്ന ആളെ സ്നേഹമാണെന്ന് പറയാൻ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്വർഗത്തിലിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുന്നതിനും ബുദ്ധിമുട്ടില്ല. എന്നാൽ നമ്മളുടെ ജീവിതത്തെ തൊടുന്ന, നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, നമ്മൾ ഓർക്കാത്ത തിന്മ പറഞ്ഞ് നമ്മളെ അപമാനിക്കുന്ന വ്യക്തിത്വങ്ങളുടെ നടുക്ക് ജീവിക്കുമ്പോൾ അവരെ നോക്കിയിട്ട് അവരിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് കണ്ടുപിടിക്കണം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്ത, നമ്മളെ ബഹുമാനിക്കാത്ത, നമ്മളെ പരമാവധി അപമാനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വലിയ സാക്ഷ്യമാകാനുള്ള വലിയൊരു പ്രചോദനം സാധാരണ മനുഷ്യരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തപ്പെട്ടാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഈ നിമിഷങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ദൈവം അഭിഷേകം ചെയ്ത് ക്രിസ്തു ശിഷ്യന്മാരായി തെരഞ്ഞെടുത്ത് കൊണ്ടു നടന്ന 12 പേര്, യൂദാസ്കറിയാത്തേക്ക് പകരം മത്തിയാസിനെ എടുത്തു, യേശുവിന്റെ ഡയറക്റ്റ് സെലക്ഷനായ പൗലോസും കൂടെ കൂടി 13 പേര് ശുശ്രൂഷയ്ക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി ആദിമ സഭയിൽ. ഇവർക്കാർക്കും ഒരിടത്തും നല്ലൊരു സീറ്റ് കിട്ടിയതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിക്കുമ്പോൾ 10 പേര് മാനസാന്തരപ്പെടുമ്പോൾ 50 പേര് കല്ലുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ എവിടെയെങ്കിലും ഇവര് തളർന്നതായിട്ടും ഈ പറഞ്ഞ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സഭയുടെ തുടക്കത്തിൽ ഒരിടത്തും കാണുന്നില്ല. കല്ലേറ് കിട്ടിയാലും ചങ്ങല കിട്ടിയാലും ജയിലിൽ കിടക്കേണ്ട വന്നാലും ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലേക്ക് പോകേണ്ട വന്നാലും പൗലോസ്ലീഹയൊക്കെ നോക്കിയിട്ട് പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഭോഷൻ എന്ന് പറഞ്ഞ് കല്ലെറിയുകയാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വിവരമുള്ള മനുഷ്യനായിരുന്നു പൗലോസ്ലീഹ. അന്നത്തെ കാലത്ത് ഡോക്ടറേറ്റ് ഉള്ള ആളായിരുന്നു. എന്നിട്ടും ഒരു വിവരവുമില്ലാത്ത മനുഷ്യൻ നോക്കി നിന്നിട്ട് വിളിക്കുക വിട്ടി എന്ന് പറഞ്ഞിട്ടാ കല്ലെറിയുന്നേ. നമ്മളിപ്പം നന്നായിട്ട് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അൽമായൻ ഒരു മെത്രാനെ നോക്കിയിട്ട് ഒന്നും അറിയത്തില്ലെന്ന് നമ്മൾ ഓർക്കുന്ന ഒരുത്തൻ വിഡ്ഢി എന്ന് വിളിച്ചിട്ട് നമ്മളെ ചീത്തയും വിളിച്ചിട്ട് കല്ലുകറിഞ്ഞാൽ അവരോട് നമ്മൾ കാണിക്കുന്ന പ്രതികരണം എന്തായിരിക്കും? പിന്നെ ആ പ്രദേശത്തോട്ട് പിന്നെ പോവുകയല്ല, ശുശ്രൂഷ വഴിക്കുന്ന ഉപേക്ഷിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അവരെ നമ്മുടെ അയലോക്കത്ത് പോലും പഠിപ്പിക്കില്ല. കാരണം ഒരു വിവരമില്ലാത്ത ഒരുത്തൻ എന്നെ നോക്കി വിഡ്ഢിന്ന് വിളിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം മതിയായിരിക്കും. എന്നാൽ ദൈവം സെലക്ട് ചെയ്ത പത്രോസോ പൗലോസോ ഒന്നും അവിടുന്ന് പിന്മാറുകയില്ലെന്ന് മാത്രമല്ല, അവരോട് പിന്നെയും വിളിക്കുന്നത്, സ്നേഹിതരെ, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ പറ്റിയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് വിഷമമില്ല. നിങ്ങൾ എന്തെല്ലാം ഞങ്ങളെ അപമാനിച്ചാലും ഭയപ്പെടുത്തിയാലും പീഡിപ്പിച്ചാലും ജയിലിലിട്ടാലും ചങ്ങലക്കിട്ടാലും കല്ലെറിഞ്ഞാലും ഈ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകേണ്ട വന്നാലും ഞങ്ങൾക്ക് ഇതിനോട് ഭയമില്ല. ധീരതയോടെ നിന്ന ആ അപ്പസ്തോലന്മാരെ നയിച്ചത് ത്രിയേക ദൈവത്തിന്റെ സ്നേഹമാണ്. കാരണം ഇവരെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്നത് പിതാവായ ദൈവത്തെ തുടങ്ങിയാണ്. പിതാവായ ദൈവം അബ്രഹാമിനെ വിളിച്ചോളം തുടങ്ങി പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ക്രിസ്തുവിനെ പ്രസംഗിക്കും. അതിനുശേഷം ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 3 കാലഘട്ടത്തിൽക്കിടെ ഇവർ വ്യക്തമായിട്ട് വചനം പ്രഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് ഏത് സുവിശേഷകനും വേണ്ട ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ ഇന്ന് കണ്ട അഭിഷേകത്തിന്റെ ആ കാഴ്ചകൾ മാത്രമല്ല, പിതാവായ ദൈവം അബ്രഹാമിനെ വിളിച്ചോളം തുടങ്ങി പറയുമ്പോഴാ സത്യത്തിൽ ചരിത്രം. അതുകൊണ്ടാണല്ലോ പിതാവായ ദൈവത്തിനോട് മോശ ചോദിക്കുന്നത്, നീ ആരാണ്?
ദൈവം മോശയോട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ദൈവം അറിയപ്പെടാൻ ഉപയോഗിച്ച നാമമാണ് അബ്രഹാമും ഇസഹാക്കും യാക്കോബും. അവരെ വിട്ടുകെട്ടിട്ട് ഒരു സുവിശേഷം ഇന്നത്തെ സുവിശേഷം ഉണ്ടായിട്ട് ഒരു അർത്ഥവുമില്ല. അവരിലൂടെ കണ്ടിന്യൂസിങ് പോകുന്ന സുവിശേഷമാണ് ക്രിസ്തുവിൽ കൊണ്ട് നിൽക്കുന്നത്. ആ ക്രിസ്തു പിന്നെ പറഞ്ഞു കൊടുത്ത സംഗതിയാണ് 12 അപ്പസ്തോലന്മാര് പ്രസംഗിക്കുന്നത്. അവരിലെ ചില പോയിന്റുകൾ മാത്രം എഴുതുകയാണ് ഈ പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത്. 4 സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനവും വെളിപാടും ലേഖനവും ഒക്കെ അത് മൊത്തം എഴുതിയാൽ യോഹന്നാൻ പറഞ്ഞതുപോലെ ക്രിസ്തു പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ മുഴുവൻ അതിന്റേതായ അർത്ഥത്തിൽ എഴുതിയാൽ ഈ ലോകത്തിൽ ഒരു പേപ്പറും പോരാ എഴുതി തീരാൻ. അത്രയേറെ ആശയങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ക്രിസ്തു അത്രയേറെ കാര്യങ്ങൾ പ്രവർത്തിച്ച ഓരോ നിമിഷവും കടന്നുപോയത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ 2017 ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കരിസ്മാറ്റിക് എന്ന് പറയുന്ന നവീന ഒരു പെന്തക്കോസ്ത അനുഭവം. ആ അനുഭവത്തിന്റെ സുവർണ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ നിമിഷങ്ങളിൽ അതിനെയും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു നവീന പെന്തക്കോസ്ത അപ്പസ്തോലന്മാരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ 1, 2, 3, 4 അധ്യായങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ലോകമുള്ളിടത്തോളം കാലം അതിശയത്തോടെ നോക്കാവുന്ന അത്ഭുതങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്നുണ്ട്. അപ്പസ്തോലന്മാരെ 28 അധ്യായത്തിന്റെ അകത്തും ദൈവത്തിന്റെ പ്രവർത്തനം മാത്രമാണ്, ക്രിസ്തുവിന്റെ പ്രവർത്തനമാണ്. അത് എങ്ങനെ പ്രവർത്തിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നാണ്. ആദ്യത്തെ അധ്യായം പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്, അല്ലെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. 2ാമത്തെ അധ്യായം വന്നു കഴിഞ്ഞ് പത്രോസിന്റെ ഒരു പ്രസംഗമാണ്. 3ാമത്തെ അധ്യായം അവിടെ ഉണ്ടാകുന്ന മാനസാന്തരങ്ങളും രോഗസൗഖ്യങ്ങളുമാണ്. ഇങ്ങനെ ഓരോ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 13 അധ്യായം സർവ്വ ശിഷ്യന്മാരും എന്ത് ചെയ്യുന്നതാണ്. 14ാം അധ്യായം തുടങ്ങി പൗലോസ്ലീഹ എന്ത് കാണിച്ചു എന്ന് പിന്നെ ഓരോ വഴിക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത്ര ശക്തമായി ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്നത്? ഒരുപക്ഷെ പല ശുശ്രൂഷകർക്കും പല വചനപ്രഘോഷകർക്കും ഒക്കെ അതിനെപ്പറ്റി വലിയ ആഴത്തിൽ ചിന്തിക്കാത്ത ഒരു വിഷയം ഇതിന്റെ അകത്തുണ്ട്. ദൈവത്തിന്റെ വചനം നമുക്കറിയാം, അത് ശരി. എന്നാൽ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ അഭിഷേകത്തോടെ വേണം നമ്മൾ ഓരോ ശുശ്രൂഷയും ചെയ്യുവാൻ. ഇത് രണ്ടും കൂടെ ഒന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയ കൃപ, വലിയ അഭിഷേകം സമൂഹത്തിന് വലിയ ഉണർവ് നൽകും. നമ്മൾ 2-3 മണിക്കൂർ അല്ലെ ഒരാഴ്ചത്തെ ധ്യാനത്തിന് നമ്മൾ ലീഡ് ചെയ്യാനോ നയിക്കാനോ ശുശ്രൂഷ ചെയ്യാനോ അല്ലെ ശുശ്രൂഷയ്ക്ക് കൂടാനോ ഒക്കെ എങ്ങനെ പോയാലും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അപ്പസ്തോലന്മാർക്ക് നൽകിയ അതേ അഭിഷേകം എന്തായിരുന്നു അവിടെ നൽകിയത്? അവര് പ്രാർത്ഥിച്ചപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. അവര് നിന്നിടം കുലുങ്ങി. അഗ്നിനാളങ്ങൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരുന്ന അവർ കണ്ടു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇന്നും നടക്കേണ്ട സംഭവമാണ്. ഇതൊരു ശുശ്രൂഷയിൽ നടക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മളവിടെ വളരെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ഒഴിവാക്കി വെച്ചിട്ടാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുക. അതുകൊണ്ട് വലിയ ഫലമുണ്ടാകുമെന്ന് ഓർക്കരുത്. കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വ്യക്തമായിട്ട് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും എല്ലാം പ്രസംഗിക്കുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞ വാക്ക്, നിങ്ങൾ പരിശുദ്ധാത്മാവാൽ നിറയുന്നിടം വരെ ജെറുസലേം വിട്ടു പോകരുത്. ആത്മീയ വരങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ ആഗ്രഹിക്കുന്ന കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുക. 1 കൊറിന്ത്യസ് 12, 13, 14 ആത്മീയ വരങ്ങളെപ്പറ്റി പൗലോസ്ലീഹ എത്ര വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ പ്രവചിക്കുന്നവരാകണം, നിങ്ങൾ ഭാഷാപരത്തോടെ സംസാരിക്കണം, നിങ്ങളുടെ പുത്രന്മാരും പുത്രി. അത് ജോയൽ പ്രവാചകൻ അതിനും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. എന്തു പറഞ്ഞു? നിങ്ങൾ പരിശുദ്ധാത്മാവാൽ അവസാന നാളുകളിൽ എല്ലാവരും നിറയും. ഈ സംഗതി എന്നാ നിന്നും പലർക്കും പിടികിട്ടിയിട്ടില്ല. ചിലപ്പോൾ 1000 പേരിരിക്കുന്ന സദസ്സിൽ ചെന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവവേദ്യമായ മനുഷ്യരുണ്ടോന്നൊന്ന് അവരൊന്ന് എഴുന്നേറ്റിരിക്കാവോ, അല്ല കരങ്ങളൊന്ന് ഉയർത്തി അതൊന്ന് സാക്ഷ്യപ്പെടുത്താവോ എന്ന് ചോദിച്ചാൽ 10 പേര് പോലും ഇല്ലാത്ത അവസ്ഥ ഈ 50 വർഷമായിട്ടും. നമ്മൾ പല ധ്യാനം കൂടുന്നുണ്ടെങ്കിലും പല വചനപ്രഘോഷണം കേൾക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിച്ച് നിന്നും പിടികിട്ടുന്നില്ല. മാമോദീസായിലൂടെയും സൈലേപനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും എല്ലാം അനുദിനം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഒരു ടാങ്കിൽ വെള്ളം കെട്ടിയിട്ടിട്ട് താഴെ ഇരിക്കുന്ന പൈപ്പ് തുറക്കാത്ത പോലെ പരിശുദ്ധാത്മാവിന്റെ ആ ഒഴുക്ക് നമ്മളിലേക്ക് വരുന്നില്ല. നമുക്കത് അനുഭവമാകുന്നില്ല. ടാങ്കിൽ വെള്ളമില്ലാഞ്ഞിട്ടല്ല, അത് പൈപ്പ് തുറക്കാത്തതിന്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ്. അങ്ങനെ കെട്ടിക്കിടക്കുന്ന ടാങ്കിലെ വെള്ളത്തിന് നമുക്ക് തന്നെ അറിയാം കുറെ പ്രശ്നമുണ്ടാകും. കുറച്ചാൾ കഴിയുമ്പോൾ ഇത് പായൽ പിടിച്ചു പോകും, ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാതെ വരും. പരിശുദ്ധാത്മാവ് തന്ന വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒന്നും ഉപയോഗിക്കാതെ അത് വെറുതെ പായലും പൂപ്പലും പിടിച്ച് കിടക്കുന്ന പല വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിലുണ്ട് എങ്കിൽ ദയവായിട്ട് ഏതെങ്കിലും ധ്യാനം ആദ്യം കൂടി ഇപ്പോൾ കിട്ടിയ കൃപയെ നിങ്ങളൊന്ന് ചിന്തിക്കുകയും
ഏതെങ്കിലും ശുശ്രൂഷയിൽ വൈദികൻ അല്ലെങ്കിൽ അഭിഷിക്തരല്ല ധ്യാന ടീം നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ, പത്രോസും പൗലോസും ഒക്കെ അന്ന് കൊടുത്ത അതേ പരിശുദ്ധാത്മാവിനെ ഇന്ന് വൈദികരിലൂടെയും മെത്രാന്മാരിലൂടെയും ശുശ്രൂഷകരിലൂടെയും ഇന്ന് പടർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പത്രോസ് അവരുടെ മേൽ കരങ്ങൾ വെക്കുകയും അവർ പരിശുദ്ധാത്മാവാൽ നിറയുകയും ചെയ്തു. 5000 പേരിൽപ്പെട്ട് 5000 പരിശുദ്ധാത്മാവാൽ നിറയുകയാണ്, 3000 പേരിൽപ്പെട്ട് 3000 നിറയുകയാണ്. അതേ അനുഭവം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ട് കാണും. പല ശുശ്രൂഷയ്ക്കും ചെല്ലുമ്പോൾ പലരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് പരിശുദ്ധാത്മാവിന്റെ 20 കൊല്ലം മുമ്പ് ധ്യാനം കൂടിയപ്പോൾ കിട്ടിയതാ, പിന്നെ മിണ്ടിയിട്ടില്ല, വാ തുറക്കുകയില്ല, സ്തുതിക്കുകയില്ല. അപ്പോൾ ഈ മൂടിക്കെട്ടി ചാരം കൂടിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ സുവർണ ജൂബിലിയുടെ സമയത്തെങ്കിലും ആളിക്കത്തിക്കാൻ പരുവത്തിന് വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് കത്തോലിക്ക വിശ്വാസത്തിലുള്ള സർവ്വ കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച്, ഇല്ലാത്തൊരു സബ്ജക്റ്റ് അല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, 12 അപ്പസ്തോലന്മാരിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പൗലോസിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആദിമ സഭയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവം ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യണമെന്ന് മാത്രമാണ് ഈ പ്രസംഗത്തിലൂടെ പറയുക. അന്ന് പത്രോസ് ചെയ്ത കാര്യം ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന മാർപ്പാപ്പായ്ക്ക് എല്ലാവരുടെയും അടുത്ത് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് കർദിനാളന്മാരെയും, അവർക്ക് എല്ലാവരുടെയും അടുത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് മെത്രാന്മാർക്ക് ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ അടുത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് വൈദികരെയും, അവര് 4 ലക്ഷം കത്തോലിക്കാ സഭയിലുള്ള വൈദികരെ കൊണ്ട് ഈ കിടക്കുന്ന 100 കോടി ജനങ്ങളുടെ ഇടയിൽ പോകാൻ പറ്റാതെ വരുമ്പോൾ ആത്മായ പ്രേക്ഷിതരിലെയും ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭയോട് ചേർന്ന് നിർത്തിയിരിക്കുന്ന വ്യക്തികളിൽ എല്ലാവരുടെയും കരങ്ങളിൽ ഈ അഭിഷേകമുണ്ട്. ആ അഭിഷേകം മറ്റുള്ളവർക്ക് പകരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ത്രിത്വൈക സ്നേഹം പോലെ അന്യോന്യം മറ്റുള്ളവരിലെ സ്നേഹവും നന്മയും കണ്ടുപിടിക്കുന്ന, അവരിലെ ആ ഉറവിടമായ ക്രിസ്തുവിനെ കണ്ടുപിടിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ നിറയും. ഇനി ഇതൊന്നും ഇല്ലേലും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ മേലെയെന്ന് ചിലപ്പോൾ ഒരു മനുഷ്യർക്ക് ചിന്തിക്കുക. ഇത് കേൾക്കുന്ന ചിലരോർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഇപ്പൊ ഈ പറഞ്ഞ ഭാഷാപരോ പ്രവചനപരവോ ദർശനപരോ ഒന്നും ഇല്ലല്ലോ. വിചിത്രമായി നമ്മളെ മാതാപിതാക്കന്മാരൊക്കെ ജീവിച്ചല്ലോ, അവർക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ, നമുക്കിപ്പോ എന്ത് പറ്റാനാ, ഇതില്ലേലും എന്റെ ബിസിനസ് നടക്കൂലോ, എന്റെ ജോലിക്കാരെല്ലാം അവിടെ പാടത്ത് പണിയെടുത്തോളൂ, ഇത് എന്തിനു വേണ്ടി ഈ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നമ്മളെ നയിക്കുന്നത് ഒന്നേ ദൈവാത്മാവല്ലേ ദുഷ്ടാത്മാവ്. ഈ രണ്ടിന്റെ കൂടെ അടുക്ക് നിൽക്കുന്നത് താഴത്തെ വള്ളത്തിന് താഴെയും പോകും. ഏതെങ്കിലും ഒരു ആത്മാവ് നമ്മളെ നയിക്കും വ്യക്തമായിട്ട്. ദൈവാത്മാവ് നയിക്കുന്നവന് ദൈവത്തെ ആബാപിതാവേ എന്ന് വിളിക്കും. അവൻ ദൈവസ്നേഹവും പരസ്നേഹവും ഉള്ളവനായിരിക്കും. അവന് നീതിബോധവും പാപബോധവും ഉണ്ടായിരിക്കും. അവന് ദൈവാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ആനന്ദവും വിശ്വസ്തതയും ആത്മനിയന്ത്രണവും എല്ലാം ഉണ്ടായിരിക്കും. അവൻ ആ വരങ്ങളിൽ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കും, അനുദിനം വളർന്നുകൊണ്ടിരിക്കും. ജ്ഞാനവും ബുദ്ധിയും വിവേകവും ആത്മശക്തി എല്ലാം ഇവനിൽ കാണും. അതിന്റെ പ്രകടനപരങ്ങളായ ഭാഷാപരവും പ്രവചനപരവും ദർശനപരവും കാരണം പിശാചും അവന്റെ വ്യക്തിത്വങ്ങളും അനേകരെ അവരുടെ ശക്തി ഉപയോഗിച്ച് അവരുടെ തന്ത്രങ്ങളിലേക്ക് പിടിച്ച് കൊണ്ടുവരുമ്പോൾ ദൈവാത്മാവ് ഉപയോഗിച്ച് ദൈവ ശുശ്രൂഷകര് അനേകം ആയിരങ്ങളെ നേടേണ്ടവര് വാ പൂട്ടിയിരിക്കുമ്പോൾ, വാ തുറന്നിതൊന്ന് സമ്മതിക്കാതിരിക്കുമ്പോൾ, അല്ലെ വേറൊരുത്തനോട് കണ്ടു കഴിയുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറയാൻ മടി കാണിക്കുമ്പോൾ, അല്ലെ ദൂരെ ഇരിക്കുന്ന മനുഷ്യരിലെ നന്മ കാണാതെ തൊട്ടടുത്ത് നിൽക്കുന്നവരില് നിന്നിൽ അഭിഷേകമുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിച്ച വ്യക്തിയാണെന്നൊന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ട് രണ്ടുപേരും നിറയുകയാണ്. നമ്മൾ വേറൊരാളെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമ്പോൾ ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത്. അവരിലെ നന്മയെ കുഴിച്ചുമൂടി നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്സ് ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലഘട്ടമായിട്ടും അനേകം ശുശ്രൂഷകൾ 50 കൊല്ലം കൊണ്ട് വളർന്നു വരണ്ടിട്ടും വിരലിൽ എണ്ണാൻ മാത്രമേ ശുശ്രൂഷകരെ നമ്മൾ കാണുന്നുള്ളൂ? ഇവർ ഓടിയാൽ ഈ ലോകത്തിന്റെ അതിർത്തി വരെ എത്താൻ പറ്റത്തില്ല. അതിന് ഒത്തിരിയേറെ ആൾക്കാരെ വേണം. എന്താണ് അനേകരെ കിട്ടാത്തതിന്റെ കാരണം? എവിടെയെങ്കിലും 2-3 മിസ്റ്റേക്കുകൾ വരും. ഒന്നുകിൽ 4 ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ എന്ന ഭാവം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, ഇനിയിപ്പോ അവിടുത്തെ അച്ഛനും വേണ്ട മെത്രാനും വേണ്ട, ഞാനാണ് ഇവിടുത്തെ സഭയുടെ മുഴുവൻ നിയന്ത്രാതാവെന്ന് ചിലപ്പം അൽമായന്റെ തലയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അഹങ്കാരത്തിന്റെ ഒരു പണി അങ്ങ് പിശാചിട്ട് കൊടുക്കും. അതോടുകൂടി ശുശ്രൂഷ കഴിഞ്ഞു. ഇനി ചിലർക്കാണെങ്കിൽ 2 പോയി, അന്നേരം ഓർത്ത പ്രോത്സാഹനം ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു, അതോടുകൂടി ശുശ്രൂഷ കഴിഞ്ഞു. എന്നാൽ വേറെ ചിലർക്ക് ഇതൊന്നുമല്ല സംഭവിക്കുന്നേ. അവർ നന്നായിട്ട് ശുശ്രൂഷ നടത്തും, നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് ഉപവസിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ നല്ല ജോലി കിട്ടും, നല്ല വരുമാനം കിട്ടും. പിന്നെ ഇവൻ ബിസി ആയിപ്പോയി, പിന്നെ ഇവനെ കാണാനേ ഇല്ല, പൊടി പോലും കാണിക്കില്ല. വചന ശുശ്രൂഷയിലൊക്കെ നിന്ന പലരും ബിസി ആയിപ്പോയി, അവരെ കാണാനില്ലെന്നായി. ശുശ്രൂഷ നിന്ന പലരും പണത്തിന്റെ പുറകെ പോയി, അവരെ കാണാനില്ലെന്നായി. ശുശ്രൂഷ നിന്നവരിൽ പലരും വിവേകമില്ലാതെ വരങ്ങളെടുത്ത് ഉപയോഗിച്ചു, അതിന് ഉത്തരം പറയേണ്ടി വരും, അവരെ കാണാനില്ലാതെ വരും.
ഇതെല്ലാത്തിന്റെ അടിസ്ഥാന കാരണം പിശാച് കൊടുക്കുന്ന ചില തന്ത്രങ്ങളാ. ഇവൻ അധികം നാൾ സുവിശേഷം പറഞ്ഞാൽ 10 പേരെ കൂടെ കിട്ടുമല്ലോ, പിശാച് നല്ലൊരു ബുദ്ധി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് ബിസിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദർശനം പിശാചിൽ നിന്ന് വരും. അവൻ ദൈവത്തിൽ നിന്നാന്നോർത്ത് ഇവൻ 10 പേരോട് പറയും, അതോടുകൂടി അവന്റെ കഥ കഴിയും. ഇങ്ങനെ ദൈവാത്മാവിനെ പറ്റിയുള്ള ബോധ്യം കൃത്യമായിട്ട് കിട്ടാതെ നമ്മൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, നമുക്കൊരു സംശയമുള്ള ഒരു മേഖലയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന നല്ല വൈദികരുണ്ട്, നല്ല അഭിഷിക്തരുണ്ട്, അല്ലെ നമ്മുടെ എത്ര നല്ല സ്ഥാനത്തിരിക്കുന്നവർ കാണും, നല്ല ധ്യാനഗുരുക്കന്മാർ കാണും. അവരോട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഈ വിഷയം പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഡൗട്ട് ചോദിച്ചു എങ്കിൽ അതിനൊരു വ്യക്തത വരുത്തി സഭയോട് ചേർന്ന് സഭയുടെ ബ്ലെസ്സിങ് മേടിച്ച് അങ്ങ് ഒരു വിധേയത്വത്തിൽ അങ്ങ് പോകാമെങ്കിൽ അത് എന്നും നിലനിൽക്കും. അതിനൊരാഴം കാണും, അതിനൊരർത്ഥം കാണും. കാരണം അത് എന്റെ സുവിശേഷമൊന്നുമല്ല, ഞാൻ പുതിയതായിട്ടൊരു സുവിശേഷം കൊണ്ടെന്ന് പറയല്ല. പൗലോസും ശീലാസും ബർണാബാസും എല്ലാം ശുശ്രൂഷകൾ കഴിഞ്ഞ് സഭയിൽ വന്ന് അവര് പോയ സ്ഥലത്ത്, ഗ്രീസിലും സൈപ്രസിലും പാംഫിലിയായിലും ഇക്കോണിയായാലും എല്ലാം, എവിടെയെല്ലാം അവർ ശുശ്രൂഷയ്ക്ക് പോയോ, മാൾട്ട എവിടെയെല്ലാം അവർ ശുശ്രൂഷയ്ക്ക് പോയോ, അവിടെയെല്ലാം സംഭവിച്ച കാര്യങ്ങൾ അവർ വിജാതീയരെന്ത് ചെയ്തു, യഹൂദരെന്ത് ചെയ്തു, ഇവരിതുമൊന്ന് സഭയോട് പറഞ്ഞിരുന്നു, അഥവാ പത്രോസിനോട് പറഞ്ഞിരുന്നു. ആ സഭാ സമൂഹത്തെ അറിയിച്ചിരുന്നു, ഞങ്ങൾ പോകുമ്പോൾ ഇന്നതിവിടെ ഉണ്ടായി. എന്തിനു വേണ്ടിയാണ്? സഭ അറിയണം. അപ്പോൾ സഭയുടെ ഒരു വിധേയത്വത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തോട് നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈ 2017 എന്ന് പറഞ്ഞ വർഷം അനേകരെ നേടുന്ന വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന വ്യക്തികൾ സുവിശേഷം പറയാൻ എനിക്ക് അവസരമില്ലല്ലോ എന്ന് ഓർക്കല്ല്. നിങ്ങൾ സുവിശേഷം പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, കരുണക്കൊന്ത ചെല്ലൂ, ജപമാല ചെല്ലൂ. ഇവരുടെ ആ റൂട്ടിൽ നിന്ന് ഇവർ തിരിഞ്ഞു പോകാതിരിക്കാൻ, വലിയ ബിസിയായി പോകാതിരിക്കാൻ, അവർ പണത്തെ സ്നേഹിക്കാതിരിക്കാൻ, ലോകത്തിന്റെ വ്യഗ്രതയിൽ പെട്ടു പോകാതിരിക്കാൻ, ലോകത്തിന്റെ സർവ്വ ആഡംബരങ്ങളിലും പെട്ട് സുവിശേഷത്തെ വിൽക്കാതിരിക്കാൻ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒരു 10 പേരെ അങ്ങനെ പ്രാർത്ഥിച്ച് നേടാമല്ലോ. സുവിശേഷത്തിന് വേണ്ടി അഭിഷേകം കിട്ടിയവര് അത് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ദൈവം എല്ലാം തന്നപ്പോ സമയമില്ലെന്ന് പറയാതെ, ദൈവത്തിന്റെ ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും ബർത്തിലോമിയോയെയും മത്തിയാസിനെ എല്ലാം ഏൽപ്പിച്ച, തോമാസ് ലീഹായെല്ലാം ഏൽപ്പിച്ച അതേ ഡ്യൂട്ടി ഇന്ന് എന്നിലൂടെ നടക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ആ ആത്മാവിന്റെ വരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തികളായി, ആത്മാവിന്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തികളായി, ആ ജ്ഞാനദാനത്തോടുകൂടി ദാനങ്ങൾ 7ലും നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളായി, ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. 2017 വലിയ അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. അത് സാമ്പത്തികമായിട്ടും ഭൗതിക മേഖലയിലുമല്ല, ക്രിസ്തുവിന്റെ 2ാം വരവിനേക്ക് സഭയെ ഒരുക്കുന്നതിനു വേണ്ടി ആത്മീയ വരങ്ങളാലുള്ള വളർച്ചയ്ക്ക് അത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ UAE 7 എമിറേറ്റിലുള്ള പള്ളികളിലും വലിയ ശുശ്രൂഷകൾ, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി വരദാന വളർച്ചാ ധ്യാനങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടമാണിത്. ആ ഒരു നവീന പെന്തക്കോസ്തേക്ക് വേണ്ടി സജീവമായിട്ട് ഈ മണലാരണ്യത്തിൽ അനേകായിരങ്ങൾ ഒന്നിച്ച് കരങ്ങൾ കോർക്കുന്നുണ്ട്. 7 ഭൂഖണ്ഡങ്ങൾ ഒന്നിക്കുന്ന പോലെ തന്നെ ഈ 7 ദേശങ്ങളും അതിന്റെ പള്ളികളും ഒരു മനസ്സോടെ കരങ്ങൾ കോർക്കുന്ന പല അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ദൈവം വ്യക്തമായിട്ട് ഇടപെടുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും അനേകം ശുശ്രൂഷകരെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ ടൈമിന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ ഉജ്ജ്വലമാകുന്നതിന് വേണ്ടി, അനേക ആയിരങ്ങളിലേക്ക് കത്തിപ്പടരുന്നതിന് വേണ്ടി, അനേകം യുവജനങ്ങളെ നേടുന്നതിന് വേണ്ടി, അനേകം ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളെ നേടുന്നതിന് വേണ്ടി, അവര് പിശാചിന്റെ തന്ത്രങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി എല്ലാം സഭയെ വളർത്തുവാൻ, മക്കളെയും ആ കൊച്ചുമക്കളെയെല്ലാം വിശ്വാസത്തിൽ നിലനിർത്തുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഈ 2017 ഒരു വലിയ യജ്ഞത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു യുദ്ധ മനസ്സോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ പൈശാചി ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു പറഞ്ഞത് സംഭവിക്കട്ടെ, നിങ്ങൾ ആരുടെ മേൽ കരങ്ങൾ വെക്കുന്നു അവർ സൗഖ്യം പ്രാപിക്കും. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവിടെ രോഗശാന്തികൾ കിട്ടും. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവർ പൈശാചിക്ക് വിടുതൽ കിട്ടും. പിശാചിന്റെ തന്ത്രങ്ങൾ അവിടെ നടക്കില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ ക്രിസ്തു വചനത്തെ സ്ഥിരീകരിക്കും. വിശ്വസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം. അനേകരെ ഒരുക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമ
നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും